പാകിസ്ഥാനിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിന് പോലും ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ് പാകിസ്ഥാനിൽ സംജാതമായിരിക്കുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 450 യാത്രികരടങ്ങുന്ന ഒരു ട്രെയിൻ ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി റാഞ്ചിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 100 പേർ പാക് സൈനികരാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സൈന്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സൈന്യം മടങ്ങിക്കഴിഞ്ഞാൽ ഈ ബന്ദികളെ എല്ലാം കൊന്നൊടുക്കും എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ ബോലാനിൽ നിന്ന് ജാഫർ എക്സ്പ്രസിലെ എല്ലാ യാത്രക്കാരെയും ബന്ദികളാക്കിയിരിക്കുന്നു എന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. അധിനിവേശ സേന ഒരു സൈനിക നടപടിക്ക് ശ്രമിച്ചാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് BLA ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 6 സൈനികർ ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ബന്ദികൾ ഇപ്പോഴും BLAയുടെ കസ്റ്റഡിയിലാണ് എന്ന സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ വമ്പൻ ഓപ്പറേഷനിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിരുദ്ധ ഓപ്പറേഷനിലാണ് ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിൻ റാഞ്ചിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ട്രെയിനിൽ BLAയുടെ കനത്ത വെടിവെയ്പ്പ് നടന്നു. 400-ലധികം യാത്രക്കാർ ഇതിലുണ്ടെന്ന് പറയപ്പെടുന്നു. മഷ്കാഫ്, ദാദർ, ബോലാൻ എന്നിവിടങ്ങളിലെ ഓപ്പറേഷനെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷൻ എന്നാണ് BLA ഇപ്പോൾ അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ റെയിൽവേ ട്രാക്ക് ഉപരോധിച്ചു. റെയിൽവേ ട്രാക്കിൽ സ്ഫോടനം നടത്തി. ജാഫർ എക്സ്പ്രസ് നിർത്താൻ ഉടനെ തന്നെ അവർ നിർബന്ധിതരായി. ഇല്ലെങ്കിൽ ജാഫർ എക്സ്പ്രസിന് വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു. പോരാളികൾ പെട്ടെന്ന് ട്രെയിനിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. എല്ലാ യാത്രക്കാരെയും ബന്ദികളാക്കി എന്നാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രസ്താവന ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രസ്താവനയാണ് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സേന ഏതെങ്കിലും നടപടിക്ക് ശ്രമിച്ചാൽ, അതായത് അധിനിവേശ സേന ഏതെങ്കിലും ഒരു നടപടിക്ക് ശ്രമിച്ചാൽ അനന്തര ഫലങ്ങൾ കഠിനമായിരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 100 കണക്കിന് ബന്ദികളെയാണ് ഞങ്ങൾ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ രക്തച്ചൊരിച്ചിലിന്റെ ഉത്തരവാദിത്തം അധിനിവേശ സേനയ്ക്കായിരിക്കും. ബലൂച്ച് ലിബറേഷൻ ആർമിയെ തടയാൻ ശ്രമിക്കരുത് എന്നാണ് BLA ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മജീദ് ബ്രിഗേഡ്, STOS, ഫത്തേ സ്ക്വാഡ് എന്നീ പ്രത്യേക യൂണിറ്റുകളാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം ഇപ്പോൾ സ്ഥിരീകരിച്ചു. സൈന്യം ഇടപെട്ടാൽ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും. ഏത് സൈനിക കടന്നുകയറ്റത്തിനും തുല്യമായ ശക്തമായ മറുപടി ഞങ്ങൾ തിരിച്ചു നൽകിയിരിക്കുമെന്നാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പറഞ്ഞത്. ഇതുവരെ 6 സൈനികർ കൊല്ലപ്പെട്ടു. ഇനി 100 കണക്കിന് സൈനികർ കൊല്ലപ്പെടുമെന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പറഞ്ഞത്. എന്തായാലും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വക്താവായിട്ടുള്ള ജിയാൻഡ് ബലൂച്ച് ഈ പ്രവർത്തനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംഘം ഏറ്റെടുക്കുന്നു എന്ന് ആവർത്തിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു നീക്കമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സേനയ്ക്ക് പോലും എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഈ ട്രെയിൻ നിർത്തിയിരിക്കുന്നത്, റാഞ്ചിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 ബോഗികളാണ് ഈ ട്രെയിനിലുള്ളത്. ബോലാലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ട്രെയിൻ പ്രധാനമായും പിടിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ സേനയ്ക്ക് പോലും എത്താൻ കഴിയാത്ത ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ തന്നെ വലിയ ഞെട്ടലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു സ്ഥലത്ത് ടെഹ്രീകെ താലിബാൻ, വേറൊരു സ്ഥലത്ത് പാകിസ്ഥാനെ 3ആയി പിളർക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കുറച്ച് നാളായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഒരു വമ്പൻ ഓപ്പറേഷനായി തന്നെ കണക്കാക്കേണ്ടി വരും. വലിയ രീതിയിൽ പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ മുന്നേറുകയാണ്. ഒരു സ്ഥലത്ത് ടെഹ്രീകെ താലിബാനെ നേരിടാൻ പാകിസ്ഥാൻ പെടാപ്പാടുപെടുമ്പോൾ മുകളിൽ നിന്ന്, അതായത് പാകിസ്ഥാന്റെ മറ്റൊരു അതിർത്തിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് കുതിച്ചു കയറുന്ന ഒരു കാഴ്ച ഇപ്പുറത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.